നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്ന വാർത്തയായിരുന്നു അമ്മയെയും രണ്ടു മക്കളെയും കൊല്ലത്ത് നിന്നും കാണാതായി എന്നുള്ളത്. അവരെ മൂന്ന് പേരെയും കണ്ടെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പുത്തലത്താഴത്ത് നിന്ന് കാണാതായ അമ്മയെയും മക്കളെയും കണ്ടെത്തി. തമിഴ്നാട് മധുരയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. 18-ാം തീയതി മുതലാണ് യുവതിയെയും 12-3.5 വയസ്സുള്ള മക്കളെയും കാണാതായത്. ക്ഷേത്ര ദർശനത്തിനായി പോയ അമ്മയെയും രണ്ടു മക്കളെയും കാണാതാവുകയായിരുന്നു. പോലീസിൽ പരാതിയുമായി കാണാതായ യുവതിയുടെ ഭർത്തൃ വീട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇരുവിപുരം സ്വദേശിയായ യുവതിയെയും ഇവരുടെ 12 വയസ്സുള്ള ആൺകുട്ടിയെയും 3.5 വയസ്സുള്ള പെൺകുട്ടിയെയുമാണ് കാണാതായത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ 3 പേരെയും കാണാനില്ല എന്ന് ഭർത്തൃ വീട്ടുകാർ ഇരുവിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ കിട്ടിയ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഇവരെ നിരീക്ഷിക്കാനായി തുടങ്ങിയത്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവർ കാറുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകുന്നേരമായിട്ടും മടങ്ങി വരാതായതോടുകൂടിയാണ് ഫോണിൽ വിളിച്ചത്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടുകൂടി വീട്ടുകാർ ഇരവിപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ സഞ്ചരിച്ച കാർ തെന്മല കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നതായി CCTV ദൃശ്യത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവർ തമിഴ്നാട്ടിലുള്ളതായി വിവരം ലഭിച്ചു. ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരിയുടെ ഭർത്താവ് വിദേശത്താണ്. വിവരമറിഞ്ഞ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരെ തിരികെ ലഭിച്ചിട്ടുണ്ട്. എവിടേക്കാണ് ഇവർ പോയത്, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നൊന്നും തന്നെ അറിയില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചു വരികയാണ് ചെയ്യുന്നത്. യുവതിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. മൂത്ത മകന് 12 വയസ്സ് മാത്രമാണ് പ്രായം. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നിടത്തേക്ക് പോവുകയായിരുന്നു. പലയിടങ്ങളിലും പോകാം എന്ന് പറഞ്ഞാണ് കാറുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്തിനാണ് ഇവർ ഇത്രയും ദിവസം ബന്ധുക്കളെ അടക്കമുള്ളവരെ ഭയപ്പെടുത്തിയത് എന്ന ചോദ്യത്തിനെതിരെ ഉത്തരം കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇവർ സ്വയമേ മാറി നിന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നോ അടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും 3 പേരും സുരക്ഷിതരായി തന്നെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.